ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിങ്ങിൽ പ്രൈസ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സാധനത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് വരുന്ന ഒരു മെത്തേഡ് ടാലിയിൽ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിയുടെ പേര് വൗച്ചർ ചെയ്യുമ്പോൾ പാർട്ടിയുടെ പേര് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഐറ്റം സെലക്ട് ചെയ്യുക കേട്ടോ. ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഐറ്റത്തിന് നമ്മളൊരു പ്രൈസ് ആദ്യമേ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അതായത് നമ്മൾ റീറ്റെയിലായിട്ട് ഹോൾസെയിലായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റീറ്റെയിലും ഹോൾസെയിലൊക്കെ സെപ്പറേറ്റ് പ്രൈസ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഈ അഭയാരിഷ്ട 200 മില്ലിക്ക് 100 രൂപയാണ് പ്രൈസ് ഫിക്സ് ചെയ്തത്. അപ്പോൾ റീറ്റെയിലായിട്ട് നമ്മൾ 25% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് 75 എന്നുള്ള ഒരു പ്രൈസിലേക്ക് എത്തും. അത് GSTയും CSTയും കൂടിയിട്ട് 78 രൂപയ്ക്കാണ് നമ്മൾ ബില്ല് ചെയ്യേണ്ടത്. അപ്പോൾ റീറ്റെയിലാണെങ്കിൽ ഒരു പ്രൈസ്, ഹോൾസെയിലാണെങ്കിൽ വേറെ പ്രൈസ്, അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോൾസെയിലായിട്ട് അഭയാരിഷ്ട കൊടുക്കുന്നത് നമ്മൾ 45% ഡിസ്കൗണ്ടിനാണെങ്കിൽ, ജസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 45%ത്തിൻ്റെ ആ ഒരു പ്രൈസ് ലെവൽ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ 55 രൂപ എന്നുള്ള ഒരു പ്രൈസ് ലെവലിലേക്ക് നമ്മളെത്തി. അങ്ങനെയാണ് കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സാധനത്തിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ ആ പ്രൈസ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.